മീൻകറി ഇല്ലാതെ ചോറുണ്ണാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലേ? ദാ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. നമ്മൾ മീനിൻ്റെ പല വിഭവങ്ങളും കണ്ടിട്ടുണ്ടാവും. മീൻ വറുത്തത്, മീൻ കറി, മീൻ പീര. എന്നാൽ ഇതൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ഐറ്റമാണ് മീൻ പൊള്ളിച്ചത്. അതും വാഴയിലയിൽ പൊള്ളിച്ചാണ്. നമ്മളിതിന് അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് ഈ മീൻ പൊള്ളിച്ചത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മീൻ പൊള്ളിച്ചതാണ്. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1-1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാനിതിന് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഈ മീനിനകത്ത് ചേർത്തിരിക്കുന്ന മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അത്രയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് മീനിൽ പുരട്ടി വെച്ചിട്ട് ഞാൻ ഉടനെ തന്നെ എടുത്തു. അധിക സമയമൊന്നും ഞാൻ കീപ്പ് ചെയ്തില്ല. ഒരു സൈഡ് നമുക്ക് വേവാൻ വെക്കാം. ആ ഒരു സൈഡ് വെന്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും വേഗം വെക്കാം. പക്ഷേ നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട, കുറച്ച് ഷാലോ ഫ്രൈ ആയാൽ മതി. കാരണം നമ്മളിത് മസാലയുടെ കൂടെ നമ്മൾ ഒന്നുകൂടെ ബോയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മീൻ ഏകദേശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂണും കൂടെ മതി. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്യാം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. അതിനുശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ചൂടാക്കുക. ഇതും ഡീപ്പ് ഫ്രൈ ഒന്നും ആകണ്ട, ജസ്റ്റ് ചൂടായാൽ മതി. ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലൊരു ഫ്ലേവറാണ്. അത് കാരണം കൊണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പില ഇട്ടിട്ട് ഏകദേശം ഒന്ന് ചൂടായ ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻസാണ് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്ത ശേഷവും നന്നായിട്ട് വഴറ്റുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സബോളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ഒരു സബോളയോ 1.5 സബോളയാകാം. അത് കൂടുതലാവണ്ട, കാരണം ഒരു മീനായത് കാരണം കൊണ്ട് സബോള ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. ഞാനിവിടെ ഒരു സബോളയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടേച്ചാൽ മതി. കാരണം മീനിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് മസാലയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് സബോള വഴണ്ട് കിട്ടും. അത് കാരണം ഞാൻ ഉപ്പിട്ട് കൊടുത്തേക്കുവാണ്. ഉപ്പിട്ട ശേഷം നമുക്ക് സബോളയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. സബോള ഇളക്കിയ ശേഷം ഏകദേശം ഒന്ന് വെന്ത ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ആ സ്പൂണിലുള്ളായിരുന്നു. 1 സ്പൂണ്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓൾറെഡി പച്ചമുളക് ഇട്ട് കൊടുത്തായതുകൊണ്ട് എരിവ് എത്രയാണോ നോക്കി അത്ര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിന് മുളക് പൊടി 1 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 സ്പൂണ് പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പെപ്പർ ഓപ്ഷനിലാണ്. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ പെപ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലകളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ആ സബോളയിലേക്ക് എല്ലാ മസാലയും കൂടെ പുരളണം. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ചൂടാക്കാൻ വെക്കാം. അത്യാവശ്യം ഏകദേശം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. സബോളയും ഈ പൊടികളും ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് തക്കാളിയാണ്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മസാല ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ഇട്ട ശേഷം നമുക്ക് അത്യാവശ്യം ഒന്ന് ചൂടാക്കാൻ വെക്കാം. തക്കാളി നല്ലതായിട്ട് വേകണ്ട, ചെറുതായിട്ടൊന്ന് ബോയിലായാൽ മതി. കാരണം ഈ മസാലകളെല്ലാം നമ്മൾ ഒന്നുകൂടെ വേവിക്കാൻ വെക്കുന്ന കാരണം കൊണ്ട് അത്രയധികം ചൂടാകുകയോ ഡീപ്പ് ഫ്രൈ ആകുകയോ ചെയ്യണ്ട. തക്കാളി ഒരു ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതും ഓപ്ഷനിലാണ്. ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില നല്ലൊരു ഫ്ലേവറാണ്. ചില ആൾക്കാർക്ക് മല്ലിയില ഇഷ്ടമല്ല, അവർക്കിത് അവോയ്ഡ് ചെയ്യാം.
മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മല്ലിയിലയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും ഇപ്പോൾ എല്ലായിടത്തും ഒന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനിൻ്റെ ഇത്ര മസാലകളും ഇത്രയും പൊടിയും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് പൊടികളും വളരെ കുറച്ച് മസാലയും മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില എടുത്തിട്ട് വാഴയിലക്കകത്ത് ആദ്യം 1 സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണ് നമുക്ക് മസാല പുരട്ടാം. ഞാനിവിടെ പുരട്ടിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ പരത്തി വെക്കുക. അതിനുശേഷം നമുക്ക് മീൻ എടുത്തിട്ട് ഈ വാഴയിലയുടെയും ഈ അരപ്പിൻ്റെയും മുകളിലേക്ക് വെക്കാം. അതും 2ആയിട്ട് വേണം മീൻ വെക്കാൻ. വലത് ഭാഗമോ ഇടത് ഭാഗമോ ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് മീനിനകത്തും കുറച്ച് മസാല തേക്കാം. ഞാൻ ഒരു സൈഡിൽ കുറച്ച് മസാല ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി അപ്പുറത്തെ സൈഡിലും മീനിൻ്റെ തേക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മീൻ എന്ത് ചെയ്യണം, മീൻ 2ആയിട്ട് നമുക്ക് മടക്കണം. മീൻ മടക്കി ഇപ്പം ഈ രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് മടക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ മീനിൻ്റെ മുകളിലും കൂടെ കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. ഇപ്പം എല്ലാ ഭാഗത്തും മസാല ആയിട്ടുണ്ട്. മീനിൻ്റെ ഏറ്റവും അടിയിലും മീനിനുള്ളിലും മീനിന് മുകളിലും എല്ലാം മസാല ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിൽ നന്നായിട്ട് ഈ മസാല പിടിച്ചോളും. നമ്മൾ 3 ഭാഗത്ത് ഇട്ടെടുത്തുകൊണ്ട് ലാസ്റ്റ് നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി ഒരു കറിവേപ്പില എടുത്ത് വെക്കുകയാണ്. ഇത് ബോയിലാകുമ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടെ അതിലിറങ്ങും. അതിനുശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നാരങ്ങാനീര് മതി. 1/2 സ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം നമുക്ക് സവോള ഇതുപോലെ ഒരു 3-4 പീസായിട്ട് വെറുതെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഏകദേശം ഒരു 2 സ്പൂണോളം ഉണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കുറച്ച് ഒഴിക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ കുറച്ച് താഴോട്ട് വീണോളും. അത് കാരണം കൊണ്ട് നമ്മൾ മുകളിൽ മാത്രം ഒഴിച്ച് വെച്ചാൽ മതി. ഇത് നമ്മുടെ എല്ലാ മസാലകളും കഴിഞ്ഞു. ഇതുപോലെ വാഴയില ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടും മടക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. അതുപോലെ തന്നെ ഈ സിൽവർ പേപ്പറും സെയിം അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. എന്നിട്ട് ഈ അഗ്രഭാഗം ഇതുപോലെ 2ആയിട്ട് മടക്കി ഒരുപോലെ ഇങ്ങനെ ആക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് മീൻ പൊട്ടിപ്പോവോ പുറത്തേക്ക് ചാടുകയോ ഒന്നും ചെയ്യത്തില്ല. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഓൾറെഡി എല്ലാം വെന്താണ്, മസാല പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ആക്കിയാൽ മതി. അപ്പം മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മീനെല്ലാം വെന്തു. ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. നോക്കൂ, ഇതിനകത്ത് എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്.